സജിയിലേക്ക് സ്വാഗതം. സുഹറായെ വിവാഹം ചെയ്യുക, അതിനു മുമ്പ് സഹോദരികൾക്ക് ഭർത്താക്കന്മാരെ ഉണ്ടാക്കുക, സ്ത്രീധനത്തിനും ആഭരണങ്ങൾക്കുമുള്ള വക സമ്പാദിക്കുക, ആയതിലേക്ക് എന്തെങ്കിലും ജോലി വേണം. പക്ഷേ നൈരാശ്യമാണ് മജീദിനെ അഭിമുഖീകരിച്ചത്. ജോലി എങ്ങുമില്ല, ഉണ്ടെങ്കിൽ തന്നെയും ശുപാർശയ്ക്ക് ആള് വേണം, കൈക്കൂലി കൊടുക്കണം, പരീക്ഷ പാസ്സായ സർട്ടിഫിക്കറ്റും വേണം. ഇവയൊന്നും കൂടാതെ ജോലി കിട്ടുക എളുപ്പമല്ല. എങ്കിലും തുടർന്ന് അന്വേഷിച്ചു. പട്ടണങ്ങൾ പലതിലും കറങ്ങി. ഒടുവിൽ ജന്മദേശത്തു നിന്നും 1500 മൈൽ ദൂരെയുള്ള മഹാനഗരിയിൽ മജീദ് ചെന്നുപറ്റി. അതിനിടെ മാസങ്ങൾ 4 പോയിരുന്നു. അവിടെ ഒരു ജോലി കിട്ടി. വിഷമമുള്ളതല്ല, വരവ് അധികമുള്ളതാണ്. വിശ്രാന്തിയില്ലാതെ വേല ചെയ്താൽ മതി. 140 കണ്ട് കമ്മീഷൻ കിട്ടും. കമ്പനി ഉടമസ്ഥൻ തന്നെയാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. അങ്ങനെ തൻ്റെ പ്രാരബ്ധങ്ങളെല്ലാം നിറവേറ്റി സുഹറായെ സ്വന്തമാക്കാൻ വേണ്ടി മജീദ് സ്വന്തം നാട്ടിൽ നിന്നും വീണ്ടും യാത്രയാവുകയാണ്. അങ്ങനെ നല്ലൊരു വരുമാനമുള്ളൊരു ജോലി അദ്ദേഹം സംഘടിപ്പിക്കുന്നു. ആ തരത്തിൽ മാസം 1 കഴിഞ്ഞു. സകല ചെലവും കഴിച്ച് മജീദ് വീട്ടിലേക്ക് 100 രൂപ അയച്ചു കൊടുത്തു. ബാപ്പായ്ക്ക് വെള്ളെഴുത്തിനുള്ളൊരു കണ്ണടയും സുഹറായ്ക്കും മറ്റും ഉടുപ്പിനുള്ള വകയും. മാസം 1 കൂടി കഴിഞ്ഞു. ഒന്നോർക്കണം, ഇന്നത്തെ കാലഘട്ടത്തിലുള്ളതല്ല. അന്നത്തെ 100 രൂപ എന്ന് പറഞ്ഞാൽ അതിന് അതിൻ്റേതായിട്ടുള്ള വില തീർച്ചയായിട്ടും ഉണ്ടാവും. മാസം 1 കൂടി കഴിഞ്ഞു. അടുത്ത ഭാവിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ആർക്കും നിശ്ചയമില്ലല്ലോ. അസുഖകരമായി ആരും ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. മജീദ് ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. എങ്കിലും അപ്രതീക്ഷിതമായി ഒരു അത്യാഹിതം. അന്നൊരു തിങ്കളാഴ്ച ദിവസമാണ്. അങ്ങനെ ഒരുവിധം തൻ്റെ കഷ്ടപ്പാടുകൾ നീങ്ങി എന്ന് ഒരു ആശ്വാസത്തിൽ ഇരിക്കുമ്പോഴാണ് മജീദിനെ തേടി വലിയൊരു വിപത്ത് കാത്തിരിക്കുന്നത്. അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് ഒരു ആക്സിഡൻറ്റ് പറ്റുന്നു. ആ ആക്സിഡൻറ്റിൽ അദ്ദേഹത്തിൻ്റെ ഒരു കാല് തീരെ ബലമില്ലാതെ അതിന് ചലനശേഷി നശിച്ചു പോവുകയും ചെയ്യാണ്. അങ്ങനെ വലിയൊരു ആക്സിഡൻറ്റ് മജീദിന് സംഭവിക്കുന്നതോടെ അദ്ദേഹത്തിൻ്റെ ആ മുന്നോട്ടുള്ള പോക്കിന് വല്ലാതെ ഒരു തടസ്സം സംഭവിക്കുകയാണ്. മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളൊരു രീതിയിൽ പോവുകയാണ്. അപ്പോൾ ഈ കാലിന് തീരെ ബലമില്ലാതെ, കാലിന് പറ്റിയ അംഗവൈകല്യം, അതായത് കാലില്ലാത്തൊരവസ്ഥയിൽ മജീദ് വല്ലാതെ പരവശനായി പോവുകയാണ്. മജീദിൻ്റെ, അതായത് സുഹറയുടെ സാന്നിധ്യമില്ലാതെ തന്നെ സുഹറ മജീദിൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ആ പ്രണയത്തിന് പകരം വയ്ക്കാൻ ഒരുപക്ഷെ വേറൊരു വികാരങ്ങളും മജീദിൽ ഇല്ല എന്ന് തന്നെ പറയുന്ന ഒരു ഇതിലാണ് പോകുന്നത്. അങ്ങനെ മജീദിൻ്റെ അവസ്ഥ വളരെയധികം പരിതാപകരമായി. അതിനിടയിൽ ഒരു പണക്കാരനായ ഒരാളോട് പോയി വളരെയധികം എന്തെങ്കിലും ജോലി കിട്ടണമെന്നുള്ളൊരു ഉദ്ദേശത്തിൽ വലിയൊരു പണക്കാരൻ്റെ അടുത്ത്, അവനവൻ്റെ സമുദായത്തിൽപ്പെട്ട ഒരു പണക്കാരനോട് പോയിട്ട് ഭിക്ഷ യാചിക്കുന്നത് പോലെ സഹായം അഭ്യർത്ഥിക്കുകയും അദ്ദേഹം കുറച്ച് രൂപ കയ്യിൽ വെച്ച് കൊടുത്തിട്ട് ഇതെല്ലാം വിധിയാണ് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ പറഞ്ഞയക്കുകയും ചെയ്യുന്നു. പ്രവർത്തിച്ചു കൊണ്ടിരുന്ന കമ്പനിയിൽ ക്ലർക്കിൻ്റെ ജോലി കൊടുക്കുക എന്ന് പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ കണക്കിലുള്ള പിടിപ്പില്ലായ്മ കാരണം അദ്ദേഹത്തിന് അതും സംഭവ്യമാക്കാൻ കഴിയുന്നില്ല. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ഒരു ഹോട്ടലിൽ ഒരു പണി കിട്ടുന്നത്. വെറുതെ ഒരു ഭാഗത്തിരുന്ന് പാത്രം കഴുകി കൊടുക്കുന്നൊരു ജോലി അദ്ദേഹം തുടരുകയാണ്. കാരണം നാട്ടിലേക്ക് തിരിച്ചു പോയി കഴിഞ്ഞാൽ അമ്മയും പെങ്ങന്മാരെയും സുഹറയും നിരാശപ്പെടുത്തേണ്ടി വരുമല്ലോ എന്നുള്ള ഒരു ധാരണയിൽ അത് വേണ്ടാന്ന് വെച്ചിട്ട് നാട്ടിൽ പോകാമെന്നുള്ളൊരു ആഗ്രഹത്തെ തടഞ്ഞു നിർത്തി അദ്ദേഹം ആ കൂലി വേല ചെയ്യുകയാണ്. തൽക്കാലം ദാരിദ്ര്യമില്ലാതെ കഴിയുന്ന ഒരവസ്ഥയോടുകൂടി മജീദ് മുന്നോട്ട് പോകുമ്പോഴാണ് സുഹറയുടെ എഴുത്ത് വരുന്നത്. സുഹറ വളരെയധികം അത്യാസന്ന നിലയിലാണ്. സഹായിക്കാൻ ആരുമില്ല എന്നുള്ളതല്ല, മജീദിൻ്റെ അഭാവം സുഹറയിൽ വല്ലാത്തൊരു മാനസിക വികാരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അവൾ വളരെയധികം വിഷമത്തോടു കൂടി മജീദിന് എഴുതുകയാണ്. എനിക്ക് തീരെ വയ്യ, പനിയും ചുമയും കൂടുതലാവുന്നുണ്ട് എന്ന വിവരം. വീട്ടിൽ നിന്നും ആദ്യം കിട്ടിയ എഴുത്ത് സുഹറയ്ക്ക് ലേശം അസുഖമുണ്ടെന്നുള്ള വിവരത്തോടു കൂടിയാണത്. അവൾ വളരെ ക്ഷീണിച്ചു പോയിരിക്കുന്നു. കുറേശ്ശെ ചുമയുമുണ്ട്. ഇവിടെ എല്ലാവർക്കും സുഖം തന്നെ. ഒന്ന് കാണാൻ കൊതിയാവുന്നു. സ്വന്തം സുഹറ എന്ന സുഹറയുടെ എഴുത്ത് വായിച്ച് വളരെയധികം വിഷമത്തോടു കൂടി മജീദ് ഇരിക്കുകയാണ്.
സുഹറയെ കാണാൻ മജീദിനും കൊതിയാണ്. കാണുമ്പോൾ ഉമ്മ, ബാപ്പ, സഹോദരികൾ, സുഹറായുടെ ഉമ്മ, സഹോദരികൾ, നാട്ടുകാർ എന്തു പറയും? ഈ കാലില്ലാത്ത രൂപവും വെച്ചിട്ട് നാട്ടിൽ ഇറങ്ങിപ്പോകാനുള്ള വിഷമതകളെക്കുറിച്ച് വളരെയധികം വ്യാകുലനാവുകയാണ് മജീദ്. ഒന്നരക്കാലൻ മജീദ്. സുഹറ അങ്ങനെ വിളിക്കുമോ? ഒരിക്കലും വിളിക്കില്ല. ബാക്കിയുള്ള അരക്കാലിൻ്റെ കഷ്ണത്തിൽ കണ്ണുനീരോടെ ചുംബിക്കും. പണ്ട് ഓർത്തപ്പോൾ മജീദിന് ചിരി വന്നു. ഉമ്മണി വലിയ ഒന്ന്. ആ ചരിത്രങ്ങൾ പറഞ്ഞ് മജീദ് പലരെയും ചിരിപ്പിച്ചിട്ടുണ്ട്. സുഹറായും സംഭാഷണ വിഷയമാവും. ഹോട്ടലിലെ മറ്റു ജോലിക്കാരെല്ലാം മജീദിന്റെ സുഹൃത്തുക്കളാണ്. കുളിച്ച് വയറ് നിറയെ ആഹാരം കഴിച്ച് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ മജീദ് അനുഭവങ്ങളും തമാശകളും പറയും. അധികവും തമാശകളാണ്. എല്ലാവരും ചിരിക്കും. എന്നും രാത്രി കിടക്കാൻ നേരത്ത് മജീദ് എന്തെങ്കിലും പറയണം. പറയാൻ ഒരുപാട് വിഷയങ്ങളില്ലേ. മിക്കവരും ഉറങ്ങുന്നത് തന്നെ ചിരിച്ചുകൊണ്ടാണ്. എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ മജീദ് സുഹറായോട് വർത്തമാനങ്ങൾ പറയും. 1500 മൈൽ അപ്പുറമുള്ള സുഹറായെ കാണും, ചുമ കേൾക്കും, ഓരോന്നെല്ലാം പറഞ്ഞ് സുഹറായെ ആശ്വസിപ്പിക്കും. എത്രത്തോളം മജീദിൻ്റെ മനസ്സിനെ ആ പ്രണയം കീഴ്പ്പെടുത്തി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം മനസ്സിനുള്ളിൽ തന്നെ 1500 മൈൽ അപ്പുറമുള്ള തൻ്റെ പ്രണയിനിയോട്, തൻ്റെ ബാല്യകാല സഖിയോട് മനസ്സുകൊണ്ട് സംവദിക്കുകയാണ് മജീദ്. എല്ലാ വിവരങ്ങളും സുഹറ അപ്പോൾ എങ്ങനെയിരിക്കുന്നു, നെഞ്ചുവേദന എങ്ങനെയിരിക്കുന്നു, പനി കുറവുണ്ടോ, ചുമ കുറവുണ്ടോ എന്നെല്ലാം എല്ലാ വിവരങ്ങളും ഹൃദയത്തിൽ നിന്നും മനസ്സുകൊണ്ട് സുഹറയോട് സംസാരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ മറ്റൊരു എഴുത്തും വന്നു ചേർന്നു. കൈപ്പട സുഹറയുടേതല്ല, മറ്റാരെയോ കൊണ്ട് അമ്മ എഴുതിച്ചിരിക്കുകയാണ്. അത് വായിച്ചപ്പോൾ നഗരത്തിൻ്റെ ഇരമ്പൽ പെട്ടെന്ന് നിലച്ചു പോയതുപോലെ നിശബ്ദത. പ്രിയപ്പെട്ട മകൻ മജീദ് വായിച്ചുറങ്ങാൻ സ്വന്തം ഉമ്മ എഴുതുന്നത്. മിനിയാന്ന് വെളുപ്പിന് നമ്മുടെ സുഹറ മരിച്ചു. അവളുടെ വീട്ടിൽ കിടന്ന് എൻ്റെ മടിയിൽ തലവെച്ച് പള്ളിപ്പറമ്പിൽ അവളുടെ ബാപ്പായുടെ കബറിനരികിലാണ് സുഹറയെ മറവ് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾക്കൊക്കെയും ഉണ്ടായിരുന്ന തുണയും സഹായവും അങ്ങനെ പോയി. ഇനി അല്ലാഹുവിനെ നീയാണുള്ളത്. മകനെ, കഴിഞ്ഞ മാസം 30-ാം തീയതി നമ്മുടെ വീടും പുരയിടവും കടക്കാർ നടത്തിച്ചെടുത്തു. ഉടനെ ഇറങ്ങി മാറിക്കൊടുക്കണമെന്നാണ് ഇവർ പറയുന്നത്. ഈ പെൺപിള്ളേരെ രണ്ടിനെയും സുഖക്കേടായി കിടക്കുന്ന ബാപ്പിയെയും കൊണ്ട് ഞാൻ എവിടെ പോകും? മകനെ, ഞാൻ ഉറങ്ങിയിട്ട് വളരെ നാളായി. എൻ്റെ പൊന്നു മകനെ, സുഹറ ഉണ്ടായിരുന്നപ്പോൾ എനിക്കൊരാശ്വാസമായിരുന്നു. ഇവിടുത്തെ വിഷമങ്ങളൊന്നും അറിയിച്ച് നിന്നെ വിസ്മരിപ്പിക്കരുതെന്ന് സുഹറ പറഞ്ഞു. അതാണ് ഇതുവരെ കത്തയക്കാതിരുന്നത്. 2 മാസമായിട്ട് സുഖക്കേടായി സുഹറ കിടപ്പിലായിരുന്നു. ചികിത്സിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. മരിക്കുന്നതിന് മുമ്പ് നിന്റെ പേര് പറഞ്ഞു. നീ വന്നോ എന്ന് പലതവണ ചോദിച്ചു. എല്ലാം അല്ലാഹിൻ്റെ വിധി. മജീദ് കുറേ സമയം ധരിച്ചിരുന്നു. എല്ലാം നിശബ്ദമായതുപോലെ, പ്രപഞ്ചം ശൂന്യം. സുഹറ ഓർമ്മകൾ, വാക്കുകൾ, പ്രവൃത്തികൾ, മുഖഭാവങ്ങൾ, ചിത്രങ്ങൾ, മനസ്സിലൂടെ എന്തെല്ലാമാണ് പാഞ്ഞു വരുന്നത്. മരിക്കുന്നതിന് മുമ്പ് മജീദ് വന്നോ എന്ന് ചോദിച്ചു. ഓർമ്മകൾ, ഒടുവിലത്തെ ഓർമ്മ. അന്ന് മജീദ് യാത്ര പറഞ്ഞിറങ്ങാൻ തുടങ്ങുകയായിരുന്നു. സുഹറ എന്തോ പറയാൻ ഭാവിച്ചു. മുഴുമിക്കുന്നതിന് മുമ്പ് ബസ്സിൻ്റെ ഹോൺ തുരുതുരാ ശബ്ദിച്ചു. ഉമ്മ കയറി വന്നു. മജീദ് മുറ്റത്തേക്ക് ഇറങ്ങി. പൂന്തോട്ടത്തിലൂടെ പടിയിറങ്ങി. ഒന്ന് തിരിഞ്ഞു നോക്കി. പടിഞ്ഞാറേ ചക്രവാളത്തിൽ തങ്കമേഘങ്ങൾ, ഇളം മഞ്ഞ വെയിലിൽ മുങ്ങിയ വൃക്ഷങ്ങളും വീടും മുറ്റവും പൂന്തോട്ടവും. സഹോദരികൾ രണ്ടും മുഖം വെളിയിലേക്ക് കാണിച്ചുകൊണ്ട് വാതിൽ മറവിൽ, ബാപ്പ ഭിത്തിചാരി വരാന്തയിൽ, ഉമ്മ മുറ്റത്ത്. നിറഞ്ഞ നയനങ്ങളോടെ ചെമ്പരത്തിയിൽ പിടിച്ചുകൊണ്ട് പൂന്തോട്ടത്തിൽ സുഹറ. പറയാൻ തുടങ്ങിയത് അപ്പോഴും അവളുടെ മനസ്സിലുണ്ടായിരുന്നിരിക്കണം. എന്തായിരുന്നു അന്ന് ഒടുവിലായി സുഹറ പറയാൻ തുടങ്ങിയത്? ഇതോടുകൂടി ബഷീറിൻ്റെ ബാല്യകാല സഖി എന്ന നോവലിന് അദ്ദേഹം വിരാമമിടുകയാണ്. അപ്പോഴും അദ്ദേഹത്തിൻ്റെ മജീദിൻ്റെ മനസ്സിൽ ഒരു ചോദ്യം അവശേഷിപ്പിച്ചുകൊണ്ടാണ് സുഹറ എന്ന കഥാപാത്രം കടന്നു പോകുന്നത്. എന്തായിരുന്നു അന്ന് ഒടുവിലായി സുഹറ പറയാൻ തുടങ്ങിയത് എന്നായിരുന്നു ആ ചോദ്യത്തിൻ്റെ അർത്ഥം. ആ ചോദ്യത്തിന് ഒരുപാട് ഒരു മനുഷ്യനെ തളർത്താനുള്ള വികാരങ്ങൾ അതിൽ ഒരുപാട് അടങ്ങിയിരിക്കുന്നു എന്ന് തന്നെയാണ് എനിക്കിത് വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയത്. പണ്ട് മജീദ് അവിടുന്ന് യാത്ര പറഞ്ഞു പോകുന്നതിന് മുമ്പ് സുഹറ എന്തോ പറയാൻ ഭാവിക്കുമ്പോൾ അത് മുഴുവനും പറയാൻ ഉള്ള സാവകാശം അന്നത്തെ സാഹചര്യം കൊണ്ട് മജീദിന് കിട്ടിയിരുന്നില്ല. പക്ഷേ എന്തായിരിക്കും അവൾക്ക് പറയാനുള്ളത് എന്ന ചോദ്യം അവശേഷിപ്പിച്ചുകൊണ്ടാണ് സുഹറ മജീദിൻ്റെ ജീവിതത്തിൽ നിന്നും വിട പറഞ്ഞു പോകുന്നത്. ഇതോടുകൂടി ഈ ബാല്യകാല സഖി, ബഷീറിൻ്റെ ബാല്യകാല സഖി എന്ന നോവല് 12 അധ്യായത്തോടു കൂടി അദ്ദേഹം